പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. അതിനുവേണ്ടി ഒരു ദിവസം കൂടി നമ്മളെ അനുവദിച്ചിനോർത്ത് സർവശക്തനായ യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ചെറിയ ക്ലാസ് ഇടാനാണ്. ഒരു ക്ലാസ് അല്ല, ശരിക്കും ഇന്ന് ദുബായിൽ നിന്ന് വിളിച്ച ഒരു സഹോദരി വിളിച്ച് ചോദിക്കുകയുണ്ടായി. ചില സംശയങ്ങൾ, ചില മറുപടികൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി എന്നോട് സംസാരിച്ചു. ആ സഹോദരി ചോദിച്ചതിൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. ഞങ്ങളിപ്പോൾ ദുബായിൽ സെറ്റിലായതുപോലെ അങ്ങനെ വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോവുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ക്ലാസ്സുകൾ ബദലിന് കേട്ടപ്പോൾ അത് ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വരണം, എങ്ങനെ വരണം എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, അവർക്ക് ചിലരെയൊക്കെ സഹായിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു. അതായത് പാപത്തിൻ്റെ പരിഹാര പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നാണ് ആ സഹോദരി ചോദിച്ചിരിക്കുന്നത്. പാപങ്ങൾ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞല്ലോ. കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞ് പാപത്തിൻ്റെ ആത്മീയ തലം ശരിയായി, പക്ഷേ അതിൻ്റെ പ്രവൃത്തിയുടെ തലം വീണ്ടും ശരിയാകുന്നുണ്ട്. അപ്പോൾ അതിനെ പരിഹാര പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ചോദ്യം സഹോദരി ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ക്ഷാമം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ സ്റ്റോക്ക് ചെയ്യണമോ ശേഖരിച്ചു വെക്കണമോ എന്നൊക്കെ ആ സഹോദരി ചോദിച്ചിരിക്കും. മറ്റൊന്ന്, നമ്മൾ ഏത് രീതിയിലുള്ളൊരു പ്രാർത്ഥനയാണ് ക്രമീകരിക്കേണ്ടത്? നമ്മൾ ഇപ്പം നിലവിലുള്ള പ്രാർത്ഥനകളൊക്കെ മതിയോ, അതോ കുറച്ചുകൂടെ പ്രാർത്ഥനകൾ സെറ്റപ്പായിട്ട് കൊണ്ടുപോകണമോ, കുറച്ചുകൂടെ ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, എന്താണ് മുദ്ര, നമ്മുടെ നെറ്റിയിലുള്ള മുദ്ര എന്താണ്, എങ്ങനെയാണ് നിലനിർത്തുക, എങ്ങനെയാണ് ആ മുദ്രയെ നമ്മൾ തിരിച്ചറിയുക തുടങ്ങിയ ചില ചോദ്യങ്ങൾ ആ സഹോദരി ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു 3, 4, 5 ചോദ്യങ്ങൾ ആ സഹോദരി ചോദിച്ചിട്ടുണ്ട്. അതിനകത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ജോലി സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ആദ്യം ട്യൂൺ ചെയ്യണം. നമ്മൾ ആദ്യം മനസ്സിലത് ഭാവനയെ കാണണം. ഇനി അധികം കാലം മുന്നോട്ട് ലോകം പോവുകയില്ല. ഗൾഫ് മേഖലകളിൽ യുദ്ധം വന്നേക്കാം, ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയുമാണ്. പെട്ടെന്ന് ഒരു സംഭവം നടന്നാൽ, പ്രത്യേകിച്ചും ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞുതരാം. അതായത് കുർദോസ്കർ നേരത്തെ കർത്താവ് പറയുന്ന പരിശുദ്ധമായൊരു വചനമുണ്ട്, ഗർഭിണിക്ക് പ്രസവ വേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ ആ പെട്ടെന്ന് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നാളെ വേണമെങ്കിലും സംഭവിക്കാം, നാളെ കഴിഞ്ഞ് വേണമെങ്കിലും സംഭവിക്കാം, അടുത്ത ആഴ്ചയും സംഭവിക്കാം, അടുത്ത മാസവും സംഭവിക്കാം, അല്ലെങ്കിൽ 2, 3 മാസം മുന്നോട്ട് പോകുന്ന ആ മാസങ്ങളിലും ഇത് സംഭവിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെപ്പോൾ തിരിച്ചു പോരണം. അതുകൊണ്ട് നമ്മുടെ പുറത്തുള്ള ജീവിതം, പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് തരുന്ന ചില സന്ദേശങ്ങളെ നമ്മുടെ ആത്മാവ് സ്വാംശീകരിച്ചെടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തരുന്നു, അറിവ് തരുന്നു, സന്ദേശങ്ങൾ തരുന്നു, ലക്ഷണങ്ങൾ കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പലതും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്താണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു യാഥാർത്ഥ്യത്തെ, ഒരു സത്യത്തെ, ഒരു കാര്യങ്ങളെ ബോധ്യം വരുന്നതാണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രഹിക്കാനുള്ളത് ഏതാണ്? നമുക്കറിയാം, അമേരിക്ക എന്ന രാഷ്ട്രം ലോകത്തിലെ സമ്പന്ന രാഷ്ട്രം. അങ്ങോട്ട് ധാരാളം ആളുകൾ കയറിപ്പോയ ആളുകളെയൊക്കെ തിരിച്ച് അവർ പുറന്തള്ളുന്നു. അവർ തെറ്റ് ചെയ്തവരെ, മോശമായിട്ട് രീതിയിൽ അവിടെ പ്രവർത്തിച്ചവരെ, അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ, തെറ്റായ മാർഗങ്ങളിൽ കടന്നുപോയവരെ, ശരിയായ നിയമങ്ങൾ പാലിക്കാതെ കടന്നുപോയവർ, അങ്ങനെയുള്ളവരെയൊക്കെ അവർ പുറന്തള്ളുകയാണ്. അപ്പോൾ അവിടെ ഒരു വചനം കർത്താവ് പറയുകയാണ്, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും, അപ്പോൾ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ വചനമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനെ ഒന്നുകൂടി ഊന്നി പറയാൻ ശ്രമിക്കുകയാണ്. കാരണം ധാരാളം ആൾക്കാർക്ക് ഇപ്പോൾ സംശയം വരുന്നുണ്ട്. ആ സംശയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ക്ലാസ് വരുന്നത്. അപ്പോൾ ഗർഭിണിക്ക് പ്രസവേദന ഒന്നുമല്ല, ഗർഭിണി എന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെട്ടു കഴിഞ്ഞു. ലോകം ഗർഭം ധരിച്ചിരിക്കുന്നത് വലിയ ആഗോള യുദ്ധത്തെയാണ്. ആ ആഗോള യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് സ്വർഗത്തിൻ്റെ പ്രത്യക്ഷീകരണം, അതായത് അന്ത്യവിധിയും സ്വർഗവും നിത്യജീവനും. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജനജനത്തിനായി രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞു, ഇനി എന്നെ പൂർണ്ണതയിലേക്ക് വന്നാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ടൊക്കെ പെടുന്നു. അപ്പോൾ നമ്മൾ വിദേശത്തായിരിക്കുന്നവർ ഈ സംഭവത്തെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുള്ള, നമ്മൾ പുറത്തായിരിക്കുന്ന ജോലികളൊക്കെ ഒന്ന് ക്രമീകരിച്ച് വെക്കുക. കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് നമ്മുടെ സ്വന്തം നാട് എവിടെയാണോ
ആ നാട്ടിലേക്ക് എത്രയും പെട്ടെന്നൊക്കെ മടങ്ങി വരാനുള്ളൊരു സംവിധാനം. വിദേശത്തെ ജോലിയുടെ ആഡംബരവും സന്തോഷമൊക്കെ കുറച്ച് വെച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിൽ വന്ന് ഒരു എളിമയുടെ ജീവിതം, ശാന്തമായ ജീവിതം, വാഹനമില്ലാത്തൊരു ജീവിതം, വലിയ സമ്പത്തില്ലാത്ത ജീവിതം, വലിയ ആഡംബരമില്ലാത്ത ജീവിതം, ഒരു സാധാരണ ജീവിതം, ഒരു എളിമയുടെ ഒരു ചെറിയ ജീവിതം നയിക്കാനുള്ള സംവിധാനത്തെ ഇപ്പോൾ തന്നെ മനസ്സിൽ കണ്ടുവെച്ച് ഇങ്ങോട്ട് മടങ്ങി വന്നുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനം മനസ്സിൽ പ്ലാൻ ചെയ്യുക. ഇനി മുന്നോട്ട് ഒരുപാട് ജോലി, ഒരുപാട് കാലം, ഒരുപാട് ശമ്പളം, ഒരുപാട് വീടുകൾ, അതല്ല ചിന്തിക്കേണ്ടത്. ചെറിയ ജീവിതം, ചെറിയ വരുമാനത്തിൽ ചെറിയ ജീവിതം, അത് എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിൽ ആരംഭിക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കുക. അത് എത്രയും പെട്ടെന്ന് ആരംഭിച്ച് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരാനുള്ള കാര്യങ്ങൾ ചെയ്യാം. മറ്റൊന്ന്, ക്യാൻസർ രോഗികളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് ക്യാൻസർ രോഗികളുണ്ട്. ഒരു 100 വയസ്സുള്ള ഒരു അമ്മയുടെ കണ്ണ് അന്ധമായി പോയി, തിമിരം ബാധിച്ചിട്ട് അവർക്ക് ശസ്ത്രക്രിയ പൈസ ഇല്ലാത്തതുകൊണ്ട് കണ്ണ് 5 വർഷമായിട്ട് കണ്ണടഞ്ഞു പോയ നിത്യ അന്ധകാരത്തിലാണ്. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. പിന്നെ മരത്തിൽ നിന്ന് വീണ് പിന്നെ തളർന്നു പോയ ഒരാളുണ്ട്, രോഗശീൽ കിടക്കുന്ന ഒരാളാണ്, പാവപ്പെട്ട വീടാണ്. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായ മറ്റ് രോഗങ്ങൾക്ക് ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളരെ അസ്വാസ്ഥ്യമായിട്ടൊരു സഹോദരൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു മെൻ്റൽ പോലെ വന്നതാണ്. അത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ ഒരുപാട് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപത്തിൻ്റെ പരിഹാര പ്രവൃത്തി, അതായത് അത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ ഈ കർത്താവ് പറയുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അതിൻ്റെ ഒരു വചനരൂപത്തിൽ നിങ്ങൾ പറയാം, അപ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യമാവും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം: എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മൾ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, അബോർഷൻ ചെയ്തിട്ടുണ്ട്, കുറേ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അങ്ങനെ തെറ്റായ രീതിയിൽ ഒരുപാട് നടന്നു. കുറേ 10-50 കൊല്ലക്കാലം ഞാൻ മോശമായിട്ട് നടന്നു, എല്ലാ പ്രമാണവും ലംഘിച്ചു. അങ്ങനെ അവസാനം ഒരു ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, അയ്യോ ഞാൻ ഒരുപാട് തിന്മ ചെയ്തു പോയല്ലോ, ഇനി ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരമൊക്കെ നടത്തി, പക്ഷേ പാപത്തിൻ്റെ പരിഹാരപ്രവൃത്തി കൂടി ചെയ്യണം എന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, അല്ലെങ്കിൽ ധ്യാന സെൻ്ററിൽ നിന്ന് കേൾക്കുന്നു. അപ്പോൾ എന്തൊക്കെ പരിഹാരം ചെയ്യും? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെയ്ത എല്ലാ തിന്മകൾ കൂടെ പോയി പരിഹാരം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താ ചോദിച്ചാൽ, നമ്മൾ രക്ഷപ്പെട്ടതുപോലെ, നമ്മൾ വിശുദ്ധി പ്രാപിച്ച് എല്ലാ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ളൊരു പ്രവണതയിലേക്ക് നമ്മൾ വരിക. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരാളെ ധ്യാനത്തിന് പറഞ്ഞു വിടാം, ഒരു ക്യാൻസർ രോഗിക്ക് പൈസ മാസം അയച്ചു കൊടുക്കാം, അവർ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് കഷ്ടപ്പെടുന്ന അനാഥരും ദരിദ്രരെയും വിധവകളുടെ ഭവനങ്ങൾ കണ്ടെത്തി അവിടെ ആഹാരസ്ഥാനങ്ങൾ കൊണ്ട് കൊടുക്കാം. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്ക് ഒരു നിശ്ചിത തുക മാസം ഒരു 500 രൂപ കൊണ്ട് കൊടുക്കാം. നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ പാവപ്പെട്ടവരൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്കൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കാം. നമുക്ക് കുറേ അരി സാധനങ്ങൾ മേടിച്ചുകൊണ്ടോ, ക്രിസ്മസിന് ഇഷ്ടം കുറേ പൈസ കൊണ്ട് അരി സാധനങ്ങൾ കൊണ്ട് കൊടുക്കും. ഇങ്ങനെ നിരവധിയായ നന്മ ആത്മീയ പ്രവൃത്തികളിലൂടെ ഈ പാപത്തിന് പരിഹാരം ചെയ്യാം. അതിൻ്റെ വചനരൂപമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം: എൻ്റെ സഹോദരി, നിങ്ങളൊരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളേ. അതതിൻ്റെ വചനരൂപം, ഞാൻ അതിൻ്റെ വിശദീകരണ രൂപം പറഞ്ഞു. ഇനി അടുത്തത്, ഭക്ഷ്യക്ഷാമം വരുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം? അതായത് ആ സഹോദരി ചോദിച്ചതാണ്, യേശുവിൻ്റെ 2ാമത്തെ വരുമായിട്ട് ഞങ്ങൾ എന്തൊക്കെ കരുതലെടുക്കണം, എന്തൊക്കെ മുൻകരുതലെടുക്കണം, എങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം, ഏതെല്ലാം പ്രാർത്ഥനകൾ കൈകാര്യം ചെയ്യണം, ഭക്ഷ്യക്ഷാമം വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ആ സഹോദരി ചോദിച്ചത്. അതിൻ്റെ മറുപടി ഇതാണ്: പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആദ്യം സംഭവിക്കുന്നത് വിമാന സർവീസുകൾ നിന്നു പോകുന്നു. അതിനുശേഷം പിന്നെ പെട്രോൾ ഡീസൽ കിട്ടാതെ വരുന്നു. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ വരുന്ന മാർക്കറ്റുകൾ അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ വരുന്നൊരു പശ്ചാത്തലം പെട്ടെന്ന് നമ്മൾ മനസ്സിൽ കാണണം, ഭാവനയെ കാണണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഗാസയിലെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇസ്രായേൽക്കാർ ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങി വെക്കുകയും ഇസ്രായേൽ മാർക്കറ്റുകൾ കാലിയാകുകയും ചെയ്തു. ഗാസക്കാർ പെട്ടെന്ന് ഭക്ഷണ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും ഗാസയിലെ ഭക്ഷ്യ മാർക്കറ്റുകൾ അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഇവിടെ കൊറോണ വന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ വന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് 1000-കണക്കിന് ആൾക്കാർ ഓടി വന്ന് വാങ്ങുകയും പെട്രോൾ ഡീസലോ ഒത്തിരി ആൾക്കാർ വാഹനങ്ങൾ വന്ന് പെട്രോൾ അടിക്കുമ്പോൾ പെട്രോൾ തീർന്നുപോയി, ഭക്ഷണ സാധനം തീർന്നുപോയി. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം ഭക്ഷ്യക്ഷാമം. അതാണ് മത്തായിയുടെ സുവിശേഷം
24 അധ്യായത്തിൽ പറയുന്നുണ്ട്, ജനം ജനത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരെയും ഉണർന്നേൽക്കും, ക്ഷാമവും ഭോഗങ്ങളും. അപ്പോൾ ഈ ഉണർന്നെഴുന്നേറ്റ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷാമം റെഡിയായിട്ട് സംഭവിക്കുമെന്ന് വിശുദ്ധ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ആദ്യ തുടക്ക കാലഘട്ടങ്ങളിൽ കുറച്ച് കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. കുറച്ച് കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ, വാഴ, പച്ചക്കറി, അതിൻ്റെ വിത്തുകൾ എല്ലാം സംഘടിപ്പിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ കരുതിയിരിക്കണം. അത് കൃഷി ചെയ്യുന്നൊരു സ്വഭാവം നമ്മളിൽ വേണം. മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു 10 കിലോ അരിയുടെ പാക്കറ്റ്, പൊട്ടിക്കാത്തൊരു പാക്കറ്റ്, ഒരു മാസം മേടിച്ച് വെച്ചത് കേടാകുന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അടുത്ത 10 കിലോ പാക്കറ്റ് മേടിച്ച് വെക്കുക. അപ്പോൾ എപ്പോഴും കർത്താവ് ചോദിക്കണം, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്ന്. ആ പുൽത്തകടിയുടെ ജനത്തോട് കർത്താവ് ചോദിക്കണം, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവിന് നമുക്ക് പറയാം, പെട്ടെന്ന് നമുക്ക് ഭക്ഷണം എല്ലാം തീർത്ത് മാർക്കറ്റില്ല. അപ്പോൾ കർത്താവ് പറയാണ്, അല്ല കർത്താവ് പറയില്ല, നമ്മുടെ കയ്യിലുള്ള 10 കിലോ അരി നമ്മൾ ഓർമ്മ വന്നു, 10 കിലോ അരി മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, മതി. ദൈവമായ കർത്താവ് ആ 10 കിലോ അരി നിങ്ങൾക്ക് പൊലിപ്പിച്ച് വർപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും. എങ്ങനെ? പരിശുദ്ധിയുള്ള വ്യക്തിയാണ് നീയെങ്കിൽ. വെളിപാട് 3:10, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. ആ വചനം അവിടെ സംഭവിക്കും, നിന്നെ സംരക്ഷിക്കും. നിങ്ങളെന്നല്ല, നിന്നെ എന്നാൽ നിന്നെ എന്നുള്ളത് നിങ്ങളെ നാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മുടെ സ്വന്തത്തിലുള്ളവരെ, അയൽപക്കത്തുള്ളവരുടെയൊക്കെ നമ്മൾ നിങ്ങളെ നാക്കി മാറ്റിക്കൊണ്ട് അവരെയും ഇതുപോലെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമ്മൾ സാധിക്കണം. അപ്പോൾ ഭക്ഷ്യസാമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മറ്റൊന്ന് പ്രാർത്ഥന. എങ്ങനെയാണ് പ്രാർത്ഥന ക്രമീകരിക്കേണ്ടത്? എന്തൊക്കെ പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലേണ്ടത്? നമ്മൾ ഏത് രീതിയിൽ പ്രാർത്ഥന ക്രമീകരിച്ചിട്ട് വേണം ഈശോയുടെ വരനായിട്ട് ഒരുങ്ങാൻ? അങ്ങനെ എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ച് രക്ഷപ്പെടേണ്ടത്? ഇതാണ് ആ സഹോദരി ചോദിച്ച 3ാമത്തെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, അതിന് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനം, ആ വചനം ഷോർട്ട് ഫോമിൽ ഞാൻ പറയുകയാണ്, ചുരുക്കി പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. വചനം ഇതാണ്, 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 23-ാം തിരുവചനം. ആശംസ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായും വിശുദ്ധീകരിക്കട്ടെ. അതാണ് ഒന്നാമത്. അതായത് മനസ്സ്, ശരീരം, ആത്മാവ്, 3 തലം. 3 തലയോട് ചേരുന്നതാണ് ഒരു വ്യക്തിത്വം എന്ന്. സമാധാനത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ സമാധാന ദൈവമാണ് യേശു ക്രിസ്തു. എങ്ങനെയാണ്? നിങ്ങളെ പൂർണ്ണമായും വിശദീകരിക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് വിശദീകരിക്കപ്പെടേണ്ടത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും, നമ്മുടെ ആത്മാവിൻ്റെ തലം, ജീവൻ ബുദ്ധിയുടെ തലം, ശരീരം ഇന്ദ്രിയത്തിൻ്റെ തലം, ശരീരം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയത്തിൻ്റെ തലം, അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. വൈകല്യമില്ലാത്തതും കുറവുകളില്ലാത്തതും വിശുദ്ധവും പരിപൂർണമായ ഒരു ശരീരത്തിന് ഉടമയായിരിക്കാൻ നീ ഇടയാകട്ടെ. അത് തന്നെ പൂർണ്ണത, പരിശുദ്ധിയുടെ പൂർണ്ണത, വിശുദ്ധിയുടെ പൂർണ്ണതയിലായിരിക്കാൻ ഇടയാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾ വിളിക്കുന്നവൻ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തു വിശദീകരിച്ചാൽ, യേശുക്രിസ്തു ഇതുപോലെ വിശദീകരിച്ച് ഒരുങ്ങപ്പെട്ടുന്നവരുടെ വീട്ടിൽ ആഹാരമുണ്ടായിരിക്കും, വെള്ളമുണ്ടായിരിക്കും, സംരക്ഷണവും ഉണ്ടായിരിക്കും. അതാണ് അർത്ഥം, പൂർണ്ണ വിശുദ്ധി. അപ്പോൾ അവിടെ ചുരിദാറിട്ട് നടക്കാൻ പറ്റില്ല, ബർമുടിട്ട് നടക്കാൻ പറ്റില്ല, തോന്നുന്ന പോലെ മുടിവെട്ടി നടക്കാൻ പറ്റില്ല, ഇറുകിയ പാൻറ്റും വസ്ത്രം ധരിച്ചിട്ട് നടക്കാൻ പറ്റില്ല, സിനിമ സീരിയൽ കാണാൻ പറ്റില്ല, മൊബൈൽ ഫോൺ ഉണ്ടാകാൻ പറ്റില്ല, കമ്പ്യൂട്ടർ ഉണ്ടാകാൻ പറ്റില്ല, ലാപ്ടോപ്പ് ഉണ്ടാകാൻ പറ്റില്ല, ടെലിവിഷൻ ഉണ്ടാകാൻ പറ്റില്ല, പത്രമാസിൽ ഉണ്ടാകാൻ പറ്റില്ല, സിനിമ മാസിൽ വായിക്കാൻ പോകരുത്, സിനിമയ്ക്കകത്ത് നോക്കാൻ പോകരുത്. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള വിശദീകരണമാണ്. ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചേച്ച് യേശുവേ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന അന്ത്യവിധി സമയത്ത് ഒരു രക്ഷയും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ വചനം എന്തോ അങ്ങനെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് പോകാനുള്ളതാണ് സ്വർഗ്ഗം. അത് ഞാൻ പറയുമ്പോൾ കുറ്റമാണ് വിചാരിക്കുന്നത്. പറയപ്പെട്ടെ നമ്മുടെ കത്തോലിക്ക സഭയിൽ അതും ഇതും എല്ലാം ഉണ്ട്. അതും ഇതും കൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടുകയില്ല. ആ കർത്താവ് വ്യക്തമായ നിബന്ധന, വ്യക്തമായ നിയമം, എങ്ങനെ ഒരാൾ രക്ഷപ്പെടും, എങ്ങനെ ഒരാൾക്ക് കർത്താവിൻ്റെ അത്ഭുതം സംഭവിക്കുന്നുള്ളതാണ് ഈ 1 തെസ്സലോനി 5:21 പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ പ്രാർത്ഥന വ്യക്തമാണ്. അതിൻ്റെ ബാക്കിയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വചനം ഏതാണ്? ഒന്നും കൂടി പറഞ്ഞുതരാം. അത് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 4-ാം തിരുവചനം. അവർ അവിടുത്തെ മുഖം ദർശിക്കും, അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിലുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ മുദ്ര എങ്ങനെ ഉണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ
ഇത് നമുക്ക് ക്രമീകരിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളല്ല ഈ പറയുന്നത്. അതുകൊണ്ട് ഇത് ഈ ക്ലാസ്സൊക്കെ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ മറുപടി ചോദിച്ചാൽ പറയാൻ ആരും ഉണ്ടായെന്നും വരികയില്ല. അപ്പോൾ മുദ്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. അത് ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങളിത് കണ്ടു കാണും. ഇപ്പത്തിൽ എഴുതിയിരിക്കുന്നത് തേൻ എന്നാണ്. തേൻ എന്നൊരു വാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് തേൻ. അപ്പോൾ ഈ തേൻ എന്ന വാക്ക് നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഈ തേൻ എന്നിങ്ങനെ ഒരു 10 പ്രാവശ്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അക്ഷരരൂപം നമ്മുടെ ശബ്ദരൂപവും നമ്മുടെ മനസ്സിൽ പതിയും. ഈ തേന് എന്ന വാക്കിൻ്റെ അക്ഷരരൂപം നമ്മൾ കണ്ടു. അതിന് നമ്മൾ ഓർക്കുക പറഞ്ഞു. അപ്പോൾ ഒരു തേന് എന്ന് പറയുന്നതിൻ്റെ ആ ശബ്ദരൂപവും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. അക്ഷരവും ശബ്ദവും നമ്മൾ മനസ്സിൽ പതിഞ്ഞു. ഇനി വേറൊരാൾ തേൻ എന്ന് പറയുകയാണെങ്കിലോ നമ്മളതിൻ്റെ ശബ്ദരൂപം കേട്ടപ്പോൾ തന്നെ അതിൻ്റെ അക്ഷരരൂപവും നമുക്ക് മനസ്സിലായി. അപ്പോൾ അതങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് തേൻ എന്നുള്ള സംഭവം. അപ്പോൾ നമുക്ക് അതിൻ്റെ രുചി മനസ്സിൽ അനുഭവപ്പെട്ടു. അതിൻ്റെ മണം, അതിൻ്റെ കളറ്, അത് കഴിക്കാനുള്ള ആഗ്രഹം, അതിൻ്റെ മധുരത്തെയൊക്കെ നമ്മൾ മനസ്സിൽ ഓർമ്മിച്ചു. വളരെ സന്തോഷമാണ്. തേൻ കിട്ടിയാൽ എത്ര നന്നായി എന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ വേറൊരാൾ വന്നിട്ട് അതിൻ്റെ മുകളിൽ വിഷം എന്നെഴുതുന്നു. വിഷം എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, തേനിൻ്റെ മുകളിൽ വിഷം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് വായിക്കാൻ പറ്റുമോ? പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇത് മനസ്സിലാവുമോ? അതിന് 3-4 പ്രാവശ്യം വിഷം എന്ന് എഴുതിയാലോ എന്തോ വെട്ടി പോലെ ഇരിക്കുന്നതാ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്നാ തേനിൻ്റെ മുകളിൽ വിഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായി? ഈ തേനെന്ന് കേട്ട സംഖ്യയും ശബ്ദവും വിഷം എന്ന വസ്തു വന്നപ്പോൾ മാഞ്ഞുപോയി. ഇത് ശ്രദ്ധിച്ച് കേൾക്കണമേ. യേശുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ യുദ്ധവും പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ ആത്മാവിരിക്കുന്നത്, നമ്മുടെ നെറ്റിത്തടത്തിലെ മുദ്ര ഏതാന്നുള്ളത് പറഞ്ഞു തരുന്ന ഭാഗമായി കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ പരിപാടി. എന്ന് പറഞ്ഞാൽ യേശു എന്ന നാമത്തിൻ്റെ മേൽ മറ്റൊരു നാമവും പാടില്ല, മറ്റൊരു ചിത്രവും പാടില്ല, മറ്റൊരു സിംബലുകളും പാടില്ല, മറ്റൊരു ദുരാത്മാക്കളും പാടില്ല, മറ്റൊരു ശക്തിക്കോ മറ്റൊരു ജ്ഞാനത്തിനോ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനോ മറ്റൊരു ശക്തിക്കോ മറ്റൊരു കാഴ്ചപ്പാടിനോ മറ്റൊരു നൃത്യങ്ങൾക്കോ പാട്ടുകൾക്കോ സ്വരങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. എന്താണ്? യേശു എന്ന നാമത്തിൻ്റെ മേലെ മറ്റെന്ത് പതിഞ്ഞാലും യേശു എന്ന നാമം മാഞ്ഞു പോയിരിക്കും. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വരവിൽ അതിലപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സിനിമ തിയേറ്ററിൽ കയറി കുറേ സിനിമ കാണുക, അല്ലെങ്കിൽ കുറച്ച് ബ്ലൂ ഫിലിമൊക്കെ കാണുകയാണ്, അല്ലെങ്കിൽ കുറേ സീരിയലൊക്കെ കാണുക. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ആദ്യം കേട്ട യേശു എന്ന നാമം മാഞ്ഞു പോവും, പിന്നെ ഉണ്ടാവില്ല. അതിൻ്റെ മേലെ യേശു എന്ന നാമത്തിൻ്റെ മേലെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കുർബാന സ്വീകരിച്ച് വന്നതിന് ശേഷം നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ മുമ്പിലിരുന്നാൽ ആ കുർബാനയുടെ ആത്മാവ് മാഞ്ഞു പോവും. ഞാൻ പറയാൻ മനസ്സിലാക്കാത്ത കാര്യമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ സിനിമയുടെ ആ ശക്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ പരിശുദ്ധ കുർബാന അങ്ങ് മാഞ്ഞുപോയി, അല്ലെങ്കിൽ യേശു എന്ന നാമം മാഞ്ഞുപോയി. അപ്പോൾ പിന്നെ അവിടെ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ യേശു എന്ന നാമത്തിൻ്റെ മഹത്വം, ശക്തി, ജ്ഞാനം, ആനന്ദം, വിശുദ്ധി, പരിശുദ്ധി, നിത്യജീവൻ്റെ ഉടമസ്ഥ യേശു എന്ന ദൈവം, ആ മഹത്വം നമ്മുടെ നെറ്റിത്തടത്തിൽ ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തു എന്ന നാമം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ദൈവവചനം, കുമ്പസാരം, കുർബാന, ധ്യാനം, ആരാധന, ആ ഒരു മേഖലയായിട്ട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുക. മറ്റുള്ള എല്ലാ മേഖലകളെയും വീക്ഷിക്കുക. അപ്പോൾ മുദ്ര യേശു എന്ന നാമം നമ്മുടെ നെറ്റിത്തടത്തിൽ സ്ഥിരമായിട്ട് നിൽക്കും. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിന് കാണാൻ പറ്റും. മറ്റൊരു മുദ്രയും മറ്റൊരു സിമ്പിളും ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിൻ്റെ ചോദ്യം. ഇനി നമ്മൾ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ പാപം, മറ്റൊരു പാപം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ പാപപരിഹാരത്തിനായിട്ട് ചില കാര്യങ്ങൾ കൂടി കർത്താവ് ആഗ്രഹിച്ച് ചെയ്യുകയാണ്. അതിങ്ങനെയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 49-ാം തിരുവചനം. അവിടെ ഇങ്ങനെ പറയുന്നു: ഭക്ഷ്യസമൃദ്ധിയും പ്രബുദ്ധിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് കുർബാന സ്വീകരിച്ചിട്ട് വന്നാലും, എന്ത് ധ്യാനം കൂടിയിട്ട് വന്നാലും,
എന്ത് പരിശുദ്ധാത്മാവിഷയ ധ്യാനം കൂട്ടിയിട്ട് വന്നാലും, എത്ര വരദാനാഭിഷേകം കൂടിക്കഴിഞ്ഞാലും, നമ്മൾ എത്ര ദർശനപരമുള്ളവനാണെങ്കിലും, എന്തെല്ലാം ജ്ഞാനമുള്ളവനാണെങ്കിലും, ഞാൻ എന്തെല്ലാം ക്ലാസ് എടുക്കുന്നവനാണെങ്കിലും, ഞാൻ എന്തെല്ലാം കർത്താവിൻ്റെ സന്ദേശം ലഭിക്കുന്നവനാണെങ്കിലും, എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നീതിയും ലഭിക്കില്ല. എന്താണ് സമയം? എൻ്റെ പക്ഷത്ത് എനിക്ക് പ്രൗഢിയുണ്ട്. പ്രൗഢി എന്ന് പറഞ്ഞാൽ ജനത്തിനു മുമ്പിൽ ഒരു മാന്യമായ സ്ഥാനമുണ്ട്, എനിക്ക് നല്ല ജ്ഞാനമുണ്ട്, ഞാൻ വചനപ്രഘോഷനാണ്, ഞാൻ യൂട്യൂബിൽ ക്ലാസ് ഇടുന്നവനാണ്, നല്ല ആൾക്കാരിൽ അന്വേഷിക്കുന്ന ഒരു പ്രൗഢിയുള്ള മനുഷ്യനാണ്. പ്രഭുത്വം, പ്രൗഢി, ആഢ്യത്വമൊക്കെയുള്ള മനുഷ്യനാണ് ഞാൻ. പിന്നെ എനിക്കൊരു ഭക്ഷ്യസമൃദ്ധിയുണ്ട്, ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള സമ്പത്ത്, എല്ലാ ഭക്ഷണവും കഴിക്കാനുള്ള സാമ്പത്തികമായുള്ള ഇഷ്ടം, പണം ഇഷ്ടംപോലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇറച്ചി, മീൻ, മുട്ട, പാല്, ബിരിയാണി, അങ്ങനെ ഇഷ്ടംപോലെ തിന്നാൽ ഭക്ഷ്യസമൃദ്ധിയുണ്ട്. പിന്നെന്താണുള്ളത്? സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വീടുണ്ട്, വണ്ടിയുണ്ട്, കാറുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, രാഷ്ട്രീയമുണ്ട്, ബന്ധങ്ങളുണ്ട്, ഇടപെടലുണ്ട്, അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് സമാധാനമുണ്ട്. പിന്നെ സ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിക്കാനോ ആരും വരുന്നില്ല, നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല, നമ്മൾ സ്വസ്ഥമായിട്ട് അങ്ങനെ സമാധാനം സന്തോഷമായിട്ട് ജീവിക്കുക. ഉണ്ടായിരുന്നിട്ടും, ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും, അവളും അവളുടെ പുത്രിമാരും എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും, അല്ലെ ഞാനും എൻ്റെ കുടുംബവും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അനാഥര്, ദരിദ്രര്, വിധവകൾ, രോഗികൾ, അനാഥ മന്ദിരങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ, വിധവകളെയും പാവപ്പെട്ടരെയും അനാഥരെയും ഒക്കെ നോക്കുന്ന ക്യാൻസറുകളൊക്കെ എന്ന സെൻറ്ററുകളുണ്ട്. അത്തരം ആളുകളെ പ്രത്യേകം സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ. അതൊരു വരുമാനമായിട്ട് മാർഗമായിട്ട് കാണുന്ന സ്ഥലങ്ങളല്ല, മറിച്ച് അതൊരു വ്രതമായിട്ട്, അതൊരു വരമായിട്ട് കാണുന്ന സ്ഥലങ്ങൾ. അത് നമ്മൾ വിവേചിച്ച് തിരിച്ചറിയണം ആരാണ് അങ്ങനെയുള്ളവരെ കണ്ടെത്തണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതിപ്പോൾ ഒരു വിധവയായ സ്ത്രീയാണ്, ഭർത്താവ് മരിച്ചിട്ട് 5 കൊല്ലമായി, മക്കൾ പ്രായം ആയി പഠിക്കുന്നതാണ്, അവർക്ക് ഒരാളുടെ വരുമാനമുള്ളൂ, സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ വിദ്യാഭ്യാസ സ്ത്രീ കടന്നു പോകുന്നത്. പക്ഷേ നമുക്കറിയാം അവരുടെ അവസ്ഥ എങ്ങനെയാണ്, അത്യാവശ്യം കൂലിപ്പണി കഴിക്കുന്നത്. അവിടെ നമ്മുടെ കണ്ണെത്തണം, അവിടെ നമ്മുടെ കാതെത്തണം, അവിടെ നമ്മുടെ ശരീരത്തണം, അവിടെ ആത്മാവെത്തണം. ചോദിക്കണം ആ സഹോദരിയോട്, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം നടന്നു പോകുന്നത്, നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? അപ്പോൾ പറയുന്നത് വളരെ കഷ്ടപ്പാടിലാണ്, ഇത്ര ലോണുണ്ട്, ശരി ഞാനൊരു 50,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുതരാം. കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ നിരവധിയായ പാപങ്ങൾ, യാക്കോബ് ഞാൻ പറഞ്ഞ പോലെ 5-ാം അധ്യായം 49-ാം വചനം പറഞ്ഞല്ലോ, നിരവധിയായ പാപങ്ങൾക്കുള്ള പരിഹാരം ഈ അനാഥരെ, ദരിദ്രരെ, വിധവകളെ, ക്യാൻസർ രോഗികളെ, ഭവനമില്ലാത്തവരെ, കടബാധ്യതയുള്ളവരെ, വിശുദ്ധിയില്ലാത്തവരെ, മദ്യപിക്കുന്നവരെ, മാനസാന്തരപ്പെടാത്തവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുത്ത് പിന്നീടുള്ള നമ്മുടെ കാലം, അതായത് ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള പിന്നീടുള്ള മുഴുവൻ കാലഘട്ടങ്ങളും എൻ്റെ പാപത്തിൻ്റെ പരിഹാര പ്രവൃത്തിയായി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ മരിക്കുന്നതിന് വരെ ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ വർഷവും ചെയ്യണം. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നമ്മൾ പിന്നെ മലാഖ്യ പറഞ്ഞ 10% അല്ല, യേശുക്രിസ്തുവിൻ്റെ ഭാഷ പഴയ നിയമഗ്രന്ഥത്തിലാണ് ഈ 10% കണക്ക് പറയുന്നത്. 10-1 നമ്മൾ, അത് തെറ്റാണ്, അത് പഴയ നിയമഗ്രന്ഥമാണ്. യേശുക്രിസ്തു എന്നപ്പോൾ പറഞ്ഞെന്താണ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക, നിന്നെ തന്നെ ഉപേക്ഷിച്ച് എൻ്റെ കുരിശുമെടുത്ത് നീ എന്നെ പിന്നാലെ വരാൻ പറഞ്ഞു. അപ്പം നമുക്കൊന്നും പാടില്ലാത്ത അവസ്ഥ. പക്ഷേ അങ്ങനെ നമുക്കെല്ലാം വിട്ടുകൊടുത്തിട്ട് നമുക്ക് തെരുവിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എനിക്ക് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, അവരെ സംരക്ഷിക്കണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയണം, 2 ഉടുപ്പുള്ളവർ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പകുതി കൊടുക്കാനാണ് കർത്താവ് പറയുന്നത്. അവിടെ 10% അല്ല. എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്, 1 ഏക്കർ സ്ഥലം വിറ്റിട്ട് വെള്ളം കൊടുക്കും, 1 ഏക്കർ മതി. എനിക്ക് 2 വാഹനമുണ്ട്, 1 വാഹനം നീ എടുത്തു. എനിക്ക് 2 ബാങ്ക് അക്കൗണ്ടിൽ പൈസയുണ്ട്. എൻ്റെ മകൻ ഒരാൾ ഓസ്ട്രേലിയയിലാണ്, ഒരാൾ അമേരിക്കയിലാണ്. 2 ബാങ്കിൽ പൈസ വരുന്നുണ്ട്. ഒരു ബാങ്കിലെ പൈസ എനിക്ക് എടുത്താൽ, ഒരു ബാങ്കിലെ പൈസ ഒരു ക്യാൻസർ രോഗിക്ക് കൊടുക്കുമോ? നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ഒരു നിയമജ്ഞൻ വന്ന് യേശുവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. ഓക്കെ, അതായത് പ്രമാണത്തിന് ദൈവിക നിയമപ്രകാരമുള്ള പ്രമാണങ്ങളൊക്കെ കറക്റ്റ്. എന്നാൽ നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് തന്നെ വരുത്തി തന്നെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, 2 ഉടുപ്പുള്ള ഒന്നില്ലാത്തവർ കൊടുക്കട്ടെ, 2 കുതിരയുള്ളവന് ഒന്നില്ലാത്തവർ കൊടുക്കട്ടെ, 2 വയലുള്ളവന് ഒന്നില്ലാത്തവർ കൊടുക്കട്ടെ, 2 വാഹനമുള്ളവർ ഒന്നില്ലാത്തവർ കൊടുക്കട്ടെ. 2 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 1 ബാങ്കിൽ അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യേ. എനിക്ക് 2 വീടുണ്ട്, ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വാടക മേടിക്കാതെ കൊടുക്കുക. അങ്ങനെ നിരവധിയായ പാപപരിഹാര പ്രവൃത്തി ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് ഒരുങ്ങി നിൽക്കണം പ്രിയ സഹോദരരെ. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. അവൻ്റെ വീട്ടിൽ അപ്പമുണ്ടാവും, ഭക്ഷണമുണ്ടാവും, വെള്ളമുണ്ടാവും, സംരക്ഷണമുണ്ടാവും. അവൻ്റെ ആത്മാവും ജീവനും ശരീരവും അമികലവും പൂർണ്ണമായിരിക്കേണ്ടവട്ടെ. അങ്ങനെയുള്ള വ്യക്തി കർത്താവിൻ്റെ ആത്മാവോട് നിറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് സംരക്ഷിക്കുക തന്നെ ചെയ്യും. വെളിപാട് 3:10 എന്താ പറഞ്ഞ കർത്താവ്?
സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. അപ്പം ഞാൻ വിശദീയാണെങ്കിൽ നിങ്ങളെ, എൻ്റെ മകനെ, മകളെ, ഭാര്യയെ, എൻ്റെ ബന്ധുക്കളെ, സ്വന്തക്കാരെ ഒക്കെ ഞാൻ പറഞ്ഞ് മനസ്സാക്കി കൊടുക്കുമ്പോൾ അവരെ കർത്താവ് സംരക്ഷിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സഹോദരി ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ അനേകർക്കത് വെളിച്ചമാകും, അനേകർക്കിത് സംശയം തീരും, അനേകർക്കിത് നന്മയിലേക്ക് വരുമെന്ന് തോന്നിയപ്പോൾ ഞാനത് ക്ലാസ് രൂപത്തിൽ ഇടുകയായിരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട ക്ലാസ്സാണിത്. നിങ്ങൾ വിട്ടുകളയരുത്. എന്തെല്ലാം ആത്മ കർത്താവിനെ പറയുന്നുണ്ട്, മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പെന്ന കളിത്താലമാണ് സ്നേഹമില്ലെങ്കിൽ നിൽക്കുക എല്ലാം ശൂന്യം. സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാവമായിട്ട് വരും. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എല്ലാം പങ്കുവയ്ക്കുക, നമ്മൾ കഴിയുന്നൊക്കെ. ഇനി നമ്മളിവിടെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഈ ലോകം തീരാറായി. വലിയ യുദ്ധത്തിലേക്ക് വരികയാണ് ലോകം. യുഗം അതിൻ്റെ അന്ത്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ, യുഗം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുമ്പോൾ, കുറുദാസ്കാലത്തിൽ പറയുന്ന യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ യുഗം അവസാനിക്കുമ്പോൾ വലിയ സംഭവങ്ങൾ നടക്കും. അപ്പോൾ നമുക്ക് രക്ഷ വേണം, നിത്യരക്ഷ വേണം. ഈ ഭൂമിയിലെ രക്ഷയല്ല, നിത്യരക്ഷ. അതിനാൽ ഈ വചനങ്ങളനുസരിച്ചുള്ളൊരു ഒരുക്കം നമ്മളിൽ പൂർണ്ണമാകേണ്ടത്. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് എൻ്റെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് വിശദീകരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ, സമാശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ജ്ഞാനം, വിശുദ്ധി, സ്നേഹം, സമാധാനം തരട്ടെ. അതിനാൽ കർത്താവായ യേശുവെ ഞാൻ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നെ കർത്താവെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.